അല്ല, വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും ക്ഷീണമൊക്കെ മാറിയോ? നമ്മുടെ വിഷു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം നമ്മളെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. രണ്ടാമത്തെ ദിവസം നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് രാവിലെ തന്നെ പോകും കേട്ടോ. രാവിലെ കണിയും വെച്ചിട്ടാണ് പോവുക. ചായയും ചോറും എല്ലാം അവിടെ നിന്നാണ്. അതും കഴിഞ്ഞ് നേരെ തിരിച്ചു വരുമ്പം എൻ്റെ വീട്ടിലേക്ക് കയറിയിട്ട് അവിടുന്ന് സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇവിടത്തേക്ക് തിരിച്ചെത്തും. പലരും പറയും വിഷുവിൻ്റെ ദിവസം വീട് അടച്ചിടാൻ പാടില്ല, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ. പക്ഷേ ഞങ്ങളുടെ ശീലം ഇതാണ്. ഹസ്ബൻഡ് നിർബന്ധമാണ് അന്നത്തെ ദിവസം വീട്ടിലേക്ക് പോകണം എന്നുള്ളത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ ഇത് തന്നെയാണ് നമ്മുടെ പതിവ്. ഇതിപ്പം വിഷുവിൻ്റെ ദിവസം, അതായത് നമ്മൾ 15-ാം തീയതി വൈകുന്നേരമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. എല്ലാവരും പറയുന്നവർ നല്ലൊരു ദിവസം അടുപ്പ് കത്തിക്കണ്ടേ, അതൊന്നും ഇവിടെ ബാധകമല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് അടുപ്പ് പുകയില്ല. കാരണം രാത്രിത്തെ ഫുഡും കൂടെ ഹസ്ബൻഡിൻ്റെ അമ്മ തരും. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് വരുമ്പോഴാണ് പടക്കവും അവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നത്. കാരണം അവിടെ നിന്ന് കടയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കമ്പിത്തിരിയും പൂത്തിരിയും എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, അവരുടെ ഹസ്ബൻഡ് നടത്തുന്ന പടക്കക്കടയാണ്. അതുകൊണ്ട് നല്ല ലാവിഷായിട്ട് ഞങ്ങൾ അതെല്ലാം കൊണ്ട് വൈകുന്നേരം വന്നപ്പോൾ ഇതെല്ലാം എങ്ങനെ കത്തിച്ച് തീർക്കും, പൊട്ടിച്ച് തീർക്കും എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അതായത് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ വൈകുന്നേരം എല്ലാവർക്കും ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവർ മക്കളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ് ഈ ഒരു കറിവേപ്പില. അത് ഞാനെല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് വീട്ടിലേക്കും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സെറ്റാക്കി വെച്ചതാണ്. അപ്പം അവരുടെ മോനാണ് അത് കേട്ടോ. എൻ്റെ ദോശ ഷോർട്സിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന വേറെ ആളുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയ്ക്ക് ഈ കുഞ്ഞിന് അത് ഇഷ്ടമാണ്. എന്താണാവോ അവനത് ഇഷ്ടപ്പെടാൻ കാരണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് 2 ദിവസം കഴിക്കാനുള്ള ഫുഡ് മുഴുവൻ അവിടെ നിന്ന് തരും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന്. ഹസ്ബൻഡിൻ്റെ അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതും കൂടെ ഉണ്ട്. പിന്നെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് എൻ്റെ അമ്മ ഈ പറഞ്ഞ മാതിരി പായസവും അപ്പവും അതും കൂടെ തന്നിട്ടുണ്ട്. ഞാൻ പുട്ട് മാത്രമേ ചുട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം 2 വീട്ടിലുള്ള ഫുഡാണ്. ഇവരും കൂടെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം രാത്രി നല്ല രസമായിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറേ സമയം നമ്മളിങ്ങനെ കൊനാലിരുന്നിട്ട് വരാന്തേരിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു 12 മണിയായിട്ടുണ്ടായിരുന്നു അവർ പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ പലർക്കും ഉണ്ടാവില്ലേ? അതായത് നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇതിപ്പം ഞങ്ങളുടെ 2 പേരുടെയും ഫ്രണ്ട്സ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പം ഞങ്ങൾ മീൻസ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഈ ഒരു ഫ്രണ്ടും. അപ്പം ആ ഒരു സമയത്തുള്ള ഒരു ബന്ധമാണ്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ വൈഫും കൂടെ ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടി. അല്ല, നിങ്ങളുടെ വിഷു എങ്ങനെയായിരുന്നു? സദ്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? എല്ലാവരും അടുക്കളയിൽ തന്നെയായിരുന്നോ? ഇന്നത്തെ ദിവസം ഒട്ടും ഫ്രീ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതോ? അതായത് നമുക്കിപ്പം ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ലല്ലോ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പടക്കവും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? എനിക്ക് ഇന്നത്തെ ദിവസം നല്ല റെസ്റ്റായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അടുക്കളയിൽ കയറിയിട്ടില്ല, ഭക്ഷണമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം ഇത്തിരി ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിപ്പം ഇവർ തന്നെ എല്ലാവരും കൂടെ, ഞാൻ അടുക്കളയിൽ പുട്ടി ഇടുന്ന സമയത്ത് ഇവർ തന്നെ എല്ലാം മാക്സിമം വരാന്തയിലുള്ള എല്ലാം കാലി ബോക്സ് എല്ലാം അടുക്കി പെറുക്കിയിട്ട് കവറിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടാണ് ഇതെല്ലാം അങ്ങ് വൃത്തിയാക്കിയത്. കാരണം ഇതിപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് തന്നെ പണിയാവും. കാരണം നല്ല വെയിലും ചൂടും അല്ലേ. അതുകൊണ്ട് ചായയും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് ഇത്. ഞാനങ്ങ് നമ്മുടെ മുറ്റമൊക്കെ അങ്ങ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി. നിങ്ങളെല്ലാം ഈ പണി കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കില്ലേ തീയൊക്കെ ഇട്ടിട്ടുണ്ടാവുക. അതായത് ഇത് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു മൺചിത്രത്താഴിലെ നാഗവല്ലിനെ ഓർമ്മ വന്നത്. കാരണം ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുക എന്തെന്നാണെന്നറിയോ ഇതിൽ പ്ലാസ്റ്റിക് ഏതാണെന്നുള്ളത്. കാരണം ഇതിപ്പോൾ കവറ് മാത്രമാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ല, പക്ഷേ നമ്മുടെ ആ ഒരു നമ്മുടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ കറങ്ങുന്ന ഒരു അതിന് പേരെനിക്കറിയില്ല കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നടുഭാഗമൊക്കെ പ്ലാസ്റ്റിക്കാണ്. അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ അതെല്ലാം തീട്ടുമ്പോൾ നമുക്ക് കത്തിപ്പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പിത്തിരീൻ്റെ കമ്പികൾ മാറ്റി വെച്ചു, കവറുകൾ ഉണ്ട്. മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. മുറ്റത്തിങ്ങനെ കറങ്ങി ചക്രം പോലെയുള്ളത് നിലച്ചക്രമാണെന്ന് തോന്നുന്നല്ലേ. അപ്പം ആ ഒരു സാധനത്തിൻ്റെ നടുഭാഗം സെപ്പറേറ്റ് ചെയ്യാൻ നല്ല പണിയായിരുന്നു. അപ്പോൾ അതിപ്പം ചെയ്തിട്ടില്ല. ഇപ്പം കമ്പിത്തിരിയും ബാക്കിയെല്ലാം എടുത്ത് മാറ്റി വെച്ച് നേരെ അങ്ങ് അടിച്ചു വരാൻ ഇറങ്ങി. തലേദിവസം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ആ ഒരു പുല്ലെങ്ങാനും തീ പിടിക്കുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ഇവരിങ്ങനെ കത്തിക്കുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയും ഞാൻ പറയുന്നു അത് തന്നെയാണ്, അയ്യോ എൻ്റെ പുല്ല് വീഴോ അത് കത്തിപ്പോവോ എന്ന്. പക്ഷേ ഭാഗ്യത്തിന് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. കാരണം ആദ്യമായിട്ടാണ് ഈ പുല്ല് വിരിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇതുപോലെ വിഷു ആഘോഷിക്കുന്നത്.
ഇത്തവണയും വിഷുവിന് ഒരുപാട് അപകട മരണങ്ങളെല്ലാം ഉണ്ടായില്ല. അത് കേട്ടപ്പോൾ ന്യൂസെല്ലാം കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മളും ഇതെല്ലാം കത്തിച്ചതല്ലേ. പക്ഷേ ആ സമയത്തൊന്നും നമ്മളൊന്നും ചിന്തിക്കില്ലല്ലോ ഇങ്ങനൊരു അപകടത്തിനെ കുറിച്ചിട്ട്. എല്ലാവരും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് പറയും. പക്ഷേ ആ ഒരു 2-3 ന്യൂസ് അവർക്ക് പറ്റിയത് തന്നെ പറഞ്ഞ മാതിരി അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ സന്തോഷത്തിൻ്റെ ഇടയിൽ എത്രമാത്രം ഒരു ശ്രദ്ധക്കുറവുണ്ടെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഒരാളുടെ കയ്യിൽ തന്നെ പടക്കം ഇങ്ങനെ പിടിച്ചിട്ട് വേറൊരു ഒരാൾ കത്തിക്കുന്നതിൻ്റെ സ്പാർക്ക് വീണിട്ടാണ് അവർക്ക് അപകടം പറ്റിയത്. അപ്പോൾ അതെല്ലാം ഒന്നങ്ങ് ആലോചിച്ച് നോക്ക്. ഒന്നുമില്ല, നമ്മൾ എല്ലാ സന്തോഷത്തിലും നമ്മളൊരു ചെറിയൊരു മുൻകരുതൽ എടുക്കുക. പിന്നെ എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷേ നെഗറ്റീവായിട്ട് ചിന്തിക്കരുതെന്ന് പറയും. പക്ഷേ ന്യൂസുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു പേടി, പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള വീട്ടമ്മമാരാണെങ്കിൽ കുറച്ച് പേടി കൂടുതലായിരിക്കും. ഞാൻ തലേ ദിവസം തന്നെ ഇവർ കത്തിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറയും കൊണ്ട് കുറേയെല്ലാം ഇങ്ങനെ നിൽക്കുവാണെങ്കിലും ചിലതെല്ലാം ഇങ്ങനെ ഷെയ്ക്കായി പോയിട്ടുണ്ട്. കാരണം ഞാൻ പേടിച്ചിട്ട് ഞാനിങ്ങനെ വരാന്തയിലേക്ക് ഓടി ഓടി കയറിയതാണ്. അവരൊക്കെ തമാശയാക്കുന്നുണ്ട്. എനിക്കിപ്പം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കാനും പറയാനും പാടില്ല എന്നാണ്. പക്ഷേ ഞാനിങ്ങനെയാണ്, ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്. അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ ചേച്ചീനെ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടുന്ന് വർത്താനം പറഞ്ഞു. ഇതെപ്പോഴുള്ള ഒരു ശീലം തന്നെയാണ്. മുറ്റടിക്കുന്ന സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്ന ശീലമൊന്നും ഇല്ലല്ലോ. ഇന്നലെ വന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും, അവർ വന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ചേച്ചീൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞത്. പിന്നെന്താ, അതിൻ്റെ ഇടയിൽ മുന്നിൽ കുറച്ച് പിള്ളേന്മാരുണ്ടായിരുന്നു കേട്ടോ. കാരണം വെക്കേഷൻ ആയതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ കളിക്കാൻ വരുമല്ലോ. പണ്ടെല്ലാം ഇങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പോയ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ, അതിൽ നമ്മുടെ പഴയ കഥകളൊക്കെ പറഞ്ഞിരുന്നു. ചേച്ചിയുടെ കല്യാണം വേഗം കഴിഞ്ഞിരുന്നു. അന്ന് ഞാൻ 8ാം ക്ലാസ്സിലാണ്, അനിയത്തി 6ാം ക്ലാസ്സിലും. അതിനുശേഷം മുറ്റടിക്കുന്ന പണി എനിക്കും അവക്കും. അപ്പം മുന്നിലത്തെ സൈഡിലുള്ള, അതായത് ഞങ്ങളുടെ ആ തറവാട് വീടാണേ പറയുന്നത്, മുന്നിലത്തെ സൈഡും ഒരു സൈഡും എൻ്റെതും അപ്പുറത്തെ സൈഡും പുറകും അവളുടേതാണ്. അപ്പം നമ്മൾ വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുറ്റടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം ഞാനാണ് സാധാരണ മുന്നിലത്തെ സൈഡ് അടിക്കുന്നത്, അവൾ ബാക്കിലും. പക്ഷേ അന്നത്തെ ദിവസം അടിയായിരിക്കും മുന്നിലത്തെ സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പിത്തിരി നമ്മളിങ്ങനെ കത്തിച്ചിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ അങ്ങ് ഇട്ടുവിടുമല്ലോ. കാരണം ആ പാക്കറ്റിൽ കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് കത്തിച്ച് തീർക്കാനുള്ള ഒരു തത്രപ്പാടായിരിക്കുമല്ലോ. പക്ഷേ മുറ്റടിക്കുമ്പോൾ നമുക്കിത് കിട്ടുമല്ലോ. അതെല്ലാം കളക്ട് ചെയ്തിട്ട് ആ സമയത്ത് കത്തിക്കാനുള്ള ആവേശത്തിലാണ്. അതിനാണ് ഈ അടി ഉണ്ടാക്കുന്നത്, ഏത് സൈഡ് മുറ്റടിക്കും എന്നുള്ളത്. എന്നിട്ട് നമ്മൾ പെറുക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഈക്വലാക്കും. എന്നിട്ട് ഇരുന്ന് കത്തിക്കും. ആ ബാക്കിയുള്ള തുമ്പ് ഭാഗം അതെല്ലാം ഇപ്പോഴും ആലോചിക്കുമ്പോഴേ ഈ കുഞ്ഞുങ്ങളിങ്ങനെ ഇവിടെ നിന്ന് വർത്താനൊക്കെ പറയുമ്പോൾ എനിക്ക് അതെല്ലാം ഓർമ്മ വന്നത്. പക്ഷേ ഇപ്പം അടിച്ചുവാരി എങ്ങനെയെങ്കിലും വൃത്തിയാക്കുക, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തീയിടുക, അങ്ങനെയുള്ള ചിന്തകളല്ലേ ഇപ്പം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. നമുക്ക് ഗേറ്റ് ഇറങ്ങിയ ഉടനെ തന്നെ ഇതുപോലെയുള്ള ഒരു കുഞ്ഞു പോക്കറ്റ് റോഡായതുകൊണ്ട് തന്നെ ഈ സ്ഥലം കുറവായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മൾ റോഡിലേക്ക് അങ്ങ് ഇറങ്ങും. പിന്നെ ആ സമയത്ത് വണ്ടി പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അങ്ങനെ വലിയ വണ്ടിയൊന്നും ഈ സ്ഥലത്തൂടെ പോയില്ല. ആകെ ഓട്ടോ അല്ലെങ്കിൽ ഏത് അത്യാവശ്യം കാറുകളൊക്കെ അങ്ങനെ പോകും. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു റൗണ്ടിലുള്ള സാധനം പെറുക്കി വെക്കുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു മരുന്നുണ്ടാവില്ലേ, അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ റൗണ്ട് ഭാഗം എന്താണ് നിലച്ചക്രം ഇല്ലേ, ആ നിലച്ചക്രം എന്ന് തന്നെയാണ് തോന്നുന്നല്ലേ, അതിൻ്റെ ഭാഗങ്ങളെല്ലാം എടുത്തിട്ട് മാറ്റിയ. അതാണെങ്കിൽ കുറേ ഇന്നലെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ല, നിങ്ങൾ അടിച്ചു വാരി തീയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതിനൊക്കെ ആളുണ്ടെങ്കിൽ നല്ല സുഖമാണ്, നമുക്ക് അവരെ അങ്ങ് ഏൽപ്പിച്ചാൽ മതിയല്ലോ. പക്ഷേ എല്ലാത്തിനും നമ്മൾ തന്നെ ഇറങ്ങേണ്ടി വരുമ്പോൾ ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ മാതിരി ഓരോ ടൈം വെച്ചിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പോകുമ്പോൾ അവരുടെ വർത്താനം പറയുന്നത് പിള്ളേന്മാരിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഞാൻ ക്യാമറ ഓണാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ ക്യാമറയിൽ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാത്തിനും നാണായി കേട്ടോ. അവർ ഈ പറഞ്ഞ മാതിരി ഞാൻ എന്താ ചെയ്യുന്നത് അങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം ഭയങ്കര കൗതുകമായിരിക്കുമല്ലേ, പടക്കം, കമ്പിത്തിരി, നാടക കത്തിക്കൽ, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കുമല്ലേ. ഇന്നലെ തന്നെ നമ്മൾ അവരും കൂടെ വന്നതുകൊണ്ട്, മക്കളെല്ലാവരും കൂടെ വന്നതുകൊണ്ടാണ് നമുക്കും അത്ര ഹാപ്പി ആയിട്ട് ഇരുന്നെല്ലാം ചെയ്യാൻ പറ്റിയത്. കാരണം ഞാനും ഹസ്ബൻഡും മോളും മാത്രമാണെങ്കിൽ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കൂടുന്നത് പോലെയായിരിക്കും. ഇതെല്ലാം കുട്ടികളുടെ ഒരു സന്തോഷമല്ലേ ശരിക്കും പറഞ്ഞാലേ. ആ ചക്രത്തിൻ്റെ നടുവിലുള്ള ഭാഗമെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ വേഗം തന്നെ എല്ലാം കൂടെ അടിച്ചു വാരി കൂട്ടിയിട്ട് അങ്ങ് തീയിടാൻ നോക്കി. പിന്നെ തീയിടുമ്പോൾ എനിക്കറിയാം എന്തായാലും ഇതിൽ കത്തുന്നതും പൊട്ടുന്നതും എല്ലാം ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഞാൻ അധികം നിന്നിട്ടില്ല. മക്കളുടെ അടുത്തും പറഞ്ഞു അങ്ങോട്ട് മാറി നിന്നോന്ന്. അതിനുശേഷം എനിക്കും ഈ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിന്ന് നമ്മുടെ മുറ്റത്തിൻ്റെ ആ ഒരു 10 മണി പൂവില്ലേ, അതെല്ലാം ഒന്ന് സെറ്റാക്കണം എന്നൊരു അന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് മുന്നിൽ വെച്ചതുകൊണ്ട് അതിൻ്റെ താഴെയും 10 മണിയുണ്ട്. അപ്പോൾ 10 മണിക്ക് മര്യാദയ്ക്ക് വളരാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് ഈ ചട്ടിയെല്ലാം ഒന്നങ്ങ് മാറ്റാമെന്ന്. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് സമയമുണ്ടല്ലോ. ചെടിയാണെങ്കിലും കായാണെങ്കിലും പൂവാണെങ്കിലും എന്താണെങ്കിലും മുറ്റാണെങ്കിലും ഇറങ്ങാനും നോക്കാനും വൃത്തിയാക്കാനും ഒരുപാട് സമയമുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് എനിക്ക് മടി പിടിച്ചു പോകുന്നു.
പിന്നെ 2 ദിവസം മഴ പെയ്തതുകൊണ്ട് നന്നായിട്ട് കളിയും അവിടെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് എടുത്ത് മാറ്റി. പിന്നെ ഈ ഒരു ഭാഗം മാറ്റി നടുമ്പോൾ നമ്മുടെ ഈ ഒരു വിങ്കാ റോസൊക്കെ ഇല്ലേ, അതിനെല്ലാം മാറ്റി നടുമ്പം ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു കാറ്റ്സ് ക്ലോ കണ്ടിട്ട് ഇതവിടെ നിൽക്കില്ല, എല്ലാം കൂടെ ചെരിഞ്ഞ് വീഴുന്നു. എനിക്കൊരു നല്ല പേടിയുണ്ട് ഇത് വെയിറ്റ് എങ്ങാനും വരുമ്പോൾ ചെരിഞ്ഞ് വീഴുമെന്ന്. പിന്നെ വേറൊരാൾ പറഞ്ഞു അത് കാറ്റ്സ് ക്ലോ എന്ന് പറയുമ്പം മറ്റുള്ള ചെടികളെയും കൂടെ നശിപ്പിക്കും, അതുകൊണ്ട് മണ്ണിൽ നടാൻ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. നടണ്ട, ഇങ്ങനെ തന്നെ ചട്ടി തന്നെ മതിയെന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല ഇതെന്താവുമെന്ന്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഇപ്പം തൽക്കാലം അതങ്ങനെ ചട്ടിയിൽ തന്നെ കാറ്റ്സ് ക്ലോനെ നിർത്തിയിട്ട് നോക്കട്ടെ. കാരണം ഇത് നന്ന കാട് പോലെ വളരുവാണെങ്കിൽ എന്തെങ്കിലും വേറൊരു മാർഗ്ഗം സ്വീകരിക്കണം. അങ്ങനെ പറഞ്ഞ് എൻ്റെ മുറ്റവും ചെടിയുടെ ഭാഗങ്ങളും എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങളുടെ വീടും പരിസരവും എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. ഇങ്ങനെയല്ല, ഇതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോലെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണേ. താങ്ക്